എല്ലാവർക്കും നമസ്കാരം. എൻ്റെ FPL എഡിഷൻ ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗെയിമിംഗ് 2-ലെ എൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഗെയിമിംഗ് 2-ൽ എനിക്ക് എത്ര പോയിന്റ് കിട്ടി, പൊതുവേ FPL മാനേജറിൻ്റെ ആവറേജ് സ്കോർ എന്താണ് ഗെയിമിംഗ് 2-ൽ സംഭവിച്ചത്, ഇതെല്ലാമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിംഗ് 3-ലെ കുറിച്ചുള്ള പ്രധാന പ്ലെയേഴ്സിനെ കുറിച്ചും ഗെയിമിംഗ് 3-ൽ നമുക്ക് എന്തെല്ലാം സ്ട്രാറ്റജികളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഗെയിമിംഗ് 2-ലെ പോയിന്റ്സിലോട്ട് കിടക്കാം. ഗെയിമിംഗ് 2-ൽ എനിക്ക് 46 പോയിന്റാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ആവറേജ് 41-ന് തൊട്ടടുത്താണ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട സ്കോറാണ് ഈ ആഴ്ചയിൽ എന്നർത്ഥം. ഇതിനൊരു കാരണമുണ്ട്. ഗെയിമിംഗ് 2-ൽ ഒട്ടുമിക്ക വലിയ ക്ലബ്ബുകളെല്ലാം ജയിച്ചെങ്കിൽ കൂടിയും അവർ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയ ടീമിൽ കളിക്കുന്ന ഡിഫൻഡേഴ്സിന് എല്ലാവർക്കും വെറും 2 പോയിന്റ് 1 പോയിന്റ് വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് 6 മില്യൺ പ്ലെയേഴ്സ് കളിക്കുന്നത്. ഇത് നോക്കൂ, 6 മില്യൺ പ്ലെയേഴ്സ് ഈ നമ്മൾ FPL കളിക്കുന്നുണ്ട്. അതിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 41. ഇതിലും വലിയൊരു സ്കോർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനർത്ഥം ഈ ആഴ്ചയിലെ ഒട്ടുമിക്ക കളിക്കാർക്കും വളരെ മോശം സ്കോറാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച ഞാൻ ഒരു പ്രത്യേക ആഴ്ചയായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ഞാൻ അധികം പേടിക്കാണ്ട് തന്നെ ഞാൻ അത് പ്രശ്നമാക്കാണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇതുപോലെ ആയതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടുള്ളത്, അല്ലേ? വളരെ കുറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുള്ളത് ഞാൻ മാത്രമല്ല. 6 മില്യൺ പ്ലേയേഴ്സിലെ മിക്ക ആളുകൾക്കും 40, 41, 42 അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് ഇനി മെയിൻറ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഗെയിമിംഗ് 3-ൽ നമുക്ക് എങ്ങനെ കളിക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ടീമിൻ്റെ പെർഫോമൻസും എൻ്റെ ഏതെല്ലാം പ്ലേയേഴ്സ് എനിക്ക് പോയിന്റ്സ് തന്നു എന്നെല്ലാം നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഗെയിമിംഗ് 3-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഏതെല്ലാം പ്ലേയേഴ്സിനെയാണ് ഗെയിമിംഗ് 3-ക്ക് വേണ്ടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വൈൽഡ് കാർഡ് കളിക്കണോ വേണ്ടയോ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ റയൻ 2 പോയിന്റ് കിട്ടിയുള്ളൂ. കാരണം ബ്രൈറ്റൺ വെസ്റ്റ് ഹാം യുണൈറ്റഡുമായിട്ട് 1-1 സമനില പിരിഞ്ഞു. ഈ ഒരൊറ്റ ഗോള് ഇവിടെ വാങ്ങിയത് കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട 6 പോയിന്റിൽ നിന്നും വെറും 2 പോയിന്റ് ആയിട്ട് കുറഞ്ഞു. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രകടനമാണ് റയൻ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ഓക്കെ. പിന്നെ നമുക്ക് കെല്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കെല്ലി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയറാണ്. അദ്ദേഹം ഇത്തവണയും ക്രിസ്റ്റൽ പാലസ് കംപ്ലീറ്റ് ടീം ഇത്തവണയും വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അനാവശ്യമായിട്ട് ചെറിയൊരു ടീമിനുമായിട്ട് അവരങ്ങ് തോറ്റുപോയി. ഇത് കാരണം അവനും പോയിന്റ് ഒന്നും കിട്ടിയില്ല. വാൻ ഡൈക്ക്, ലിവർപൂൾ ജയിച്ചെങ്കിൽ കൂടിയിട്ടും 1-2-നാണ് ജയിച്ചത്. കഷ്ടിച്ചാണ് രക്ഷിച്ചത്. അത്യാവശ്യം നല്ല വളരെ രസകരമായിട്ടുള്ളൊരു മാച്ചായിരുന്നു, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു. എന്തായാലും 2 ടീമും നന്നായിട്ട് പൊരുതി. ലിവർപൂൾ അങ്ങനെ ഈസി ആയിട്ടല്ല ഇത്തവണ ജയിച്ചത്. അതുപോലെ തന്നെ ആ ഗോൾ കീപ്പറിൻ്റെ ഒരൊറ്റ മിസ്റ്റേക്ക് കാരണം ഗോൾ മേടിക്കേണ്ടി വന്നു. അല്ല എന്നുണ്ടെങ്കിൽ 2-0 ജയിക്കേണ്ട കളിയാണ്. എന്നാൽ കൂടിയും ആ ഗോൾ കീപ്പറിൻ്റെ ഒരൊറ്റ മിസ്റ്റേക്ക് കാരണം അൺനെസസറിലി ഗോൾ വാങ്ങി. അതുകൊണ്ട് തന്നെ വാൻ ഡൈക്കിനും 6 പോയിന്റിന് പകരം 2 പോയിന്റാണ് കിട്ടിയത്. ഡീഞ്ഞ, എവർട്ടൻ്റെ പ്ലെയറാണ് ഡീഞ്ഞ. എവർട്ടൺ മാത്രമാണ് ഈ ഒരു ആഴ്ചയിൽ ഒരൊറ്റ ഗോളും മേടിക്കാണ് ജയിച്ചത്. അവർ 1-0 അവർ വാട്ട്ഫോർഡിനെതിരെ കളിച്ച് ജയിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ഡീഞ്ഞ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തവണ 11 പോയിന്റ് കിട്ടി. ഞാൻ വളരെ സന്തോഷമാണ് അക്കാര്യത്തിൽ. കാരണം മിക്ക ഒരു വിധ FPL മാനേജേഴ്സിനും ഈ പ്ലെയർ ഞങ്ങൾ കയ്യിലില്ല. ഓക്കെ, അവർ മിക്കവാറും ലിവർപൂളിൻ്റെ റോബർട്ട്സനെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഞ്ഞനെ വെച്ച് വളരെ കുറച്ച് പ്ലെയറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അക്കാര്യത്തിൽ ഹാപ്പിയാണ്. ഇപ്പം ഇനി ഗെയിമിംഗ് 3-ൽ മിക്കവാറും എല്ലാവരും ഡീഞ്ഞയെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ആവേശത്തോടെ ഡീഞ്ഞ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഡീഞ്ഞനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ചില ആളുകൾ അങ്ങനെയാണ് ഫോം നോക്കിയിട്ട് ഈ ഒരു ആഴ്ചയിൽ ആരെങ്കിലും ഗോൾ അടിച്ചാൽ അല്ലെങ്കിൽ ആ പ്ലെയറിനെ പിറ്റത്തെ ആഴ്ചയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പരിപാടി പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ ടീമിന് പറ്റിയ രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഡഫിയിലോട്ട് പോകാം. ഡഫിയുടെ കാര്യം മാത്യു റയന് പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹത്തിനും ക്ലീൻ ഷീറ്റ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല, 1-1 സമനില കാരണം. ഓക്കെ, സലാഹ് വളരെ മോശം പ്രകടനമായിരുന്നു ഈ ആഴ്ചയിൽ കാഴ്ചവെച്ചത്. 3 പോയിന്റ് എങ്ങനെയോ കിട്ടിയെന്ന് വെച്ചാൽ അദ്ദേഹം മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ
ഒരു അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റഡ് പ്രതീക്ഷ നിലവാരത്തിൽ ഉയർന്നെങ്കിൽ കൂടിയും ഒരു മിനിമം ക്വാളിറ്റി കിട്ടി. അതുകൊണ്ട് തന്നെ താങ്ക് ഗോഡ് 3 പോയിന്റ് കിട്ടി. 3 പോയിന്റ് അദ്ദേഹം ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഡബിളായിട്ട് 6 പോയിന്റ് കിട്ടി. ഓക്കെ, സ്റ്റെർലിംഗ് മറ്റൊരു കാര്യം, ഇത്തവണയും ഗോൾ അടിച്ചു, നല്ല ഫോമിലാണ്. 13.0 നല്ല ഫോമിലാണ് ആൾ ഇത്തവണയും. ഇത്തവണ നല്ലൊരു ഹെഡറിലൂടെ നല്ലൊരു ഗോൾ അടിച്ചു. സിറ്റി ഇദ്ദേഹത്തിൻ്റെ ഗോളിലൂടെയാണ് ആദ്യം മുന്നേറിയത്. പക്ഷേ അവസാനം നിർഭാഗ്യവശാൽ സിറ്റി 2 ഗോള് തിരിച്ചു മേടിച്ച് പ്രശ്നമായിരുന്നു. സ്റ്റെർലിങ്ങിനെ ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് 12 പോയിന്റ് കിട്ടിയാനെ. പക്ഷേ ഇപ്പോൾ ഒരു 6 പോയിന്റ് പറഞ്ഞ കാര്യമില്ല. സഹയും കെല്ലിയെ പോലെ തന്നെ തുടരുകയാണ്. അതേപോലെ കംപ്ലീറ്റ് ടീം വളരെ മോശം ഫോമിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും പ്രതീക്ഷ പോലെ ചെയ്തില്ല. ഫ്രേസറും തന്നെ വളരെ മോശമായിട്ടാണ് കളിച്ചത്. പണ്ട് കഴിഞ്ഞ സീസണിൽ കളിച്ച പോലത്തെ ആ ഒരു ഫോമോ ആ ഒരു ടച്ചോ ഒന്നും അദ്ദേഹത്തിന് ഈ തവണ കാണുന്നില്ല. മിക്കവാറും ഞാൻ ഇദ്ദേഹത്തെ അതുപോലെ തന്നെ സഹ ഈ 2 ടീമിനെയും ഈ 2 പേരെയും ഞാൻ ഇത്തവണ ഗെയിം വീക്ക് 3 ഞാൻ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, പിന്നെ വിൽസൺ താങ്ക് ഗോഡ് അസിസ്റ്റ് കൊടുത്തു. കിങ് പെനാൽറ്റി വിൽസന്റെ പെനാൽറ്റി കാരണം കിങ് അത് ഗോളാക്കി. അതുകൊണ്ട് തന്നെ 2 പേരും കിട്ടി. അതിൽ ഞാൻ സന്തോഷവാനാണ്. പക്ഷേ ഈ 2 പ്ലെയറിൽ ഞാൻ മിക്കവാറും ഒരു പ്ലെയറിനെ ഞാൻ ഗെയിം വീക്ക് 3 മാറ്റുന്നതാണ്. എൻ്റെ ബെഞ്ചിൽ ആസ് യൂഷ്വൽ പോപ്പ് റയനേക്കാൾ ബെറ്റർ ആയിട്ട് കളിച്ചു. പക്ഷേ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. റയനിൽ ഞാനൊരു 6 പോയിന്റ് എന്തായാലും പ്രതീക്ഷയായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല, നിർഭാഗ്യവശാലാണ്. പക്ഷെ പോപ്പിൻ്റെ കാര്യത്തിൽ ആർസണലിന് എതിരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിരുന്നു പോപ്പിന് അധികം റാങ്ക് മാർക്ക് സ്കോർ കിട്ടത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡിസിഷനെ കുറിച്ച് ഞാൻ പരിതപിക്കുന്നില്ല. കാരണം അത് നമ്മളെടുത്ത തീരുമാനമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുട്ബോൾ FPL എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ കണക്കുകൂട്ടലുകളുണ്ട്. കുറേ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു നിമിഷത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇന്നർ ബിലീഫ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ കുറേ ഭാഗ്യം, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു കളിയാണ് FPL എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളാവില്ല അവിടെ ഫുട്ബോൾ മൈതാനത്ത് അവരെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഒന്നും കുഴപ്പമില്ല. മക്കാർത്തൂർ ആസ് യൂഷ്വൽ 2 points നോട്ട് എക്സ്പെക്റ്റഡ്, സോ ഇറ്റ്സ് ഓക്കെ. ലോങ് ഒന്നും കളിച്ചത് പോലുമില്ല. പിന്നെ ആൾഡർ വീടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവർ കളിച്ചൊന്നും മോശമാക്കി. ഗെയിം വീക്ക് 3 നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഏതെല്ലാം പ്ലേയേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. കാരണം ഗെയിം വീക്ക് 2 നമുക്ക് വളരെ കുറച്ച് പോയിന്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനി പോയിന്റ് നിലനിർത്താനും നമുക്ക് നല്ല ഹൈ റാങ്കിങ് കിട്ടാനും വേണ്ടി നമുക്ക് ഗെയിം വീക്ക് 3 അത്യാവശ്യം വളരെ ഒരു സ്ട്രോങ് സ്ട്രാറ്റജി തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഗെയിം വീക്ക് 3 ഇനി അടുത്ത് നമുക്ക് ട്രാൻസ്ഫറിലോട്ട് പോകാം, ഏതെല്ലാം പ്ലേയേഴ്സിനെ കൊണ്ടുവരാം എന്നെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഗെയിം വീക്ക് 3 നോക്കുമ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച 23-ാം തീയതിയാണ്. 23-ാം തീയതി 22 മണിക്ക്, 22 മണി എന്ന് പറയുമ്പോൾ 10 മണിക്കാണ്. 10 മണി എന്ന് പറയുന്നത് ദുബായ് ടൈം ആട്ടോ. 10 മണി ഫ്രൈഡേ ദുബായ് ടൈമാണ്. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി 2 ട്രാൻസ്ഫർ ബാക്കിയുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ 2 ആഴ്ചയും ഞാൻ ചെയ്യാത്തത് കാരണം 2 ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം ആ 2 ട്രാൻസ്ഫർ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ട് എൻ്റെ ടീം ശക്തമാക്കാവുന്നതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് ഫ്രേസർ വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. ഫ്രേസറിനെ ഒഴിവാക്കണം, മാറ്റിയിട്ട് വേറെ ആൾ കൊണ്ടുവരണം. സഹയെ മാറ്റണം. ഈ 2 പ്ലെയേഴ്സിനും തീർച്ചയായിട്ടും മാറ്റണം. മക്കാർത്തറിനെയും മാറ്റണമെന്നുണ്ട്. കാരണം എൻറ്റയർ ക്രിസ്റ്റൽ പാലസ് ആസ് എ ടീം അവർ തീർച്ചയായിട്ടും വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ എനിക്ക് മാറ്റണമെന്നുണ്ട്. പക്ഷേ ഈ 3 പേരെ മാറ്റി കഴിയുമ്പോൾ എനിക്ക് അതിനുള്ള ട്രാൻസ്ഫറുകളില്ല. എൻ്റെ കയ്യിലാകെ 2 ട്രാൻസ്ഫറേ ഉള്ളൂ. ഈ 2 ട്രാൻസ്ഫർ കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് ഈ 7.4 മില്യണിലുള്ള ഒരു പ്ലെയറും 7.0 മറ്റൊരു പ്ലെയറിനെ ആദ്യം മാറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇവരെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് 3-ാമത്തെ ആഴ്ചയിൽ നല്ലൊരു പോയിന്റ് നേടിയെടുക്കാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയാണ് വിൽസൺ കിങ്. അഗെയിൻ ബോൺമൗത്താണ്. ബോൺമൗത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അവർക്ക് നേരിടാനുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ബോൺമൗത്ത് പ്ലേയേഴ്സിനെ മാക്സിമം നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു പ്ലേയേഴ്സിനെ വെച്ച് നമുക്ക് ഒരിക്കലും അടുത്ത ആഴ്ച നമുക്ക് സ്കോർ അത്ര പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. 1, 2, 3 പോയിന്റേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ബോൺമൗത്ത് പ്ലെയറിനെ മാക്സിമം ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബുദ്ധി.
അതുപോലെ തന്നെ ഫോം ഔട്ട് ആയ ക്രിസ്റ്റൽ പാലസിലെ പ്ലേയേഴ്സിനെയും, അതായത് കെല്ലി, സഹ, മക്കാർത്തർ, ഈ 3 പ്ലേയേഴ്സിനെയും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 3, ഇവിടെ 3, കിങ്, വിൽസൺ, ഫ്രേസർ, ഈ 3 പ്ലെയർ ബേൺമൗത്ത് നിന്ന്, സഹ, കെല്ലി, മക്കാർത്തർ, ഈ 3 പ്ലെയർ ക്രിസ്റ്റൽ പാലസ് നിന്ന്, ഈ 3 പേരെ എനിക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ എനിക്ക് 6 ട്രാൻസ്ഫർ ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, 2 ഉള്ളൂ. എന്ത് ചെയ്യും? ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് മിക്ക FPL മാനേജേഴ്സിനുള്ള പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വീക്ക് എല്ലാവർക്കും മോഷൻ സ്കോറാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ആലോചിക്കുന്ന വൈൽഡ് കാർഡ് എടുത്താലോ എന്നാണ് മിക്കവാറും സംസാരം. ട്വിറ്ററിലായാലും സോഷ്യൽ മീഡിയ, ഏത് തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വൈൽഡ് കാർഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ മാർഷ്യലിനെ കൊണ്ടുവരണം, അതുപോലെ തന്നെ ലൂക്കസ് മോറയെ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഡാനി സെബായോസിനെ കൊണ്ടുവരണം, ആർസണലിൻ്റെ പ്ലെയർ, ചീപ്പ് പ്ലെയറാണ്, അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നൊക്കെ പലതും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരിക്കലും ഇപ്പം വൈൽഡ് കാർഡ് യൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറും 2ാമത്തെ ആഴ്ചയാണ് കഴിഞ്ഞത്, ഇനി 3ാമത്തെ ആഴ്ചയാണ് വരാൻ പോകുന്നത്. ഈ 2 ആഴ്ച കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ടീമിന് വൈൽഡ് കാർഡിൻ്റെ അത്യാവശ്യമായിട്ട് വരുന്നില്ല. കാരണം വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ പ്ലേയേഴ്സിനെയും മാറ്റാവുന്നതാണ്, ഒരു തവണ മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റാന്ന് പറഞ്ഞാൽ അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. നമ്മുടെ ഈ ഒരു 2ാമത്തെ ആഴ്ചയിൽ വളരെ മോശം സ്കോർ കാരണം നമ്മൾ ഇപ്പം ഇതിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരു 4 ആഴ്ച 5 ആഴ്ച കഴിയുമ്പോഴേക്കും ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ചില പ്ലേയേഴ്സിന് ഫോം ഔട്ട് ആവും. അപ്പം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ടീമിലുള്ള ചില പ്ലേയേഴ്സിന് ഓൾറെഡി ചിലപ്പോൾ ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ കളി കഴിഞ്ഞ് വരുമ്പോൾ മിനിമം 2, 3, 4 പേരെങ്കിലും പൊതുവെ ഇഞ്ചുറി ആവേണ്ടതാണ്. ഓക്കെ, അതും ഇൻ്റർനാഷണൽ പ്ലെയർ എന്ന് പറയുമ്പോൾ സ്റ്റാർ പ്ലെയേഴ്സിനാണ് എടുക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സല പോയി കളിക്കുവാണ്, അല്ലെങ്കിൽ സ്റ്റേർലിംഗ് പോയിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുവാണ്, വാൻ ഡൈക്ക് പോയിട്ട് നെതർലാൻഡ്സിന് പോയി കളിക്കുന്നു. ഇങ്ങനെ ഈ 3 പ്ലേയേഴ്സ് പോയി കളിച്ചു 3 പേര് ഇഞ്ചുറി ആയാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ കയ്യിൽ വൈൽഡ് കാർഡ് ഇറക്കാൻ പോയിന്റ് അതിൽ ഉണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ എൻ്റെ മൈനസ് പോയിന്റ് എടുത്തിട്ട് എനിക്ക് കളിക്കേണ്ടി വരും. അപ്പോൾ അതിലേക്കാൾ ബെറ്ററാണ് ഇപ്പം നമ്മൾ കുറച്ച് കാത്തിരിക്കുക. നമ്മൾ വൈൽഡ് കാർഡ് എടുക്കാണ്ട് നമ്മൾ മാക്സിമം ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ മാത്രം ചെയ്ത് നമ്മൾ ഈ വീക്കിനെ വീക്ക് 3 കൂടെ നിരീക്ഷിക്കുക, വീക്ക് 4 കൂടെ നിരീക്ഷിച്ചിട്ട് അപ്പോഴേക്കും മനസ്സിലാകും ഏതെല്ലാം പ്ലേയേഴ്സാണ് പൊതുവെ ഫോമിലുള്ളത്, ഏതെല്ലാം പ്ലേയേഴ്സിനെ എടുത്താലാണ് ഭാവിയിൽ ഒരുപാട് ആഴ്ചയ്ക്ക് നന്നായിട്ട് പോകാൻ പറ്റുക. അങ്ങനെ കണ്ടറിഞ്ഞിട്ട് നമ്മളൊരു ടീമിനെ ഒരു സെറ്റപ്പ് ചെയ്ത് വരേണ്ടതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു FPLൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് അവസാനം വളരെ ബുദ്ധിമുട്ടാവും. ആദ്യം തന്നെ വൈൽഡ് കാർഡ് യൂസ് ചെയ്ത് വേസ്റ്റ് ആക്കും. പിന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് പോയിന്റ് മേടിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ റാങ്കും സ്കോറും ഓവറോൾ ടീമിൻ്റെ വാല്യൂ എല്ലാം കുറയും. അപ്പം അതൊരു കറക്റ്റ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾക്ക് ഏതെല്ലാം പ്ലേയേഴ്സിനെയാണ് ഉറപ്പ് വരുത്തേണ്ടത്, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈൽഡ് കാർഡ് എടുക്കാം. നിങ്ങൾക്ക് വൈൽഡ് കാർഡ് നിങ്ങൾക്ക് ഈ തവണ മുതൽ തന്നെ പോയിന്റുകളെല്ലാം നേടാൻ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ടീമാണ്, നിങ്ങളുടെ തീരുമാനമാണ്. മാത്രമല്ല നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള വിശ്വാസമുള്ള പ്ലേയേഴ്സിനാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വൈൽഡ് കാർഡ് എടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 2 വട്ടമെങ്കിലും ചിന്തിക്കുക. എന്നിട്ട് നന്നായിട്ട് മനപ്പാഠം, അതായത് കാൽക്കുലേഷൻ നടത്തുക. അതായത് ഏതെല്ലാമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ഏതെല്ലാം പ്ലേയേഴ്സാണ് ലോങ് ടേമിൽ പറ്റിയത്, ഏതെല്ലാം മാക്സിമം നമ്മുടെ കാശ് യൂസ് ചെയ്തിട്ട് മാക്സിമം റിട്ടേൺ പ്ലേയേഴ്സിനെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നോക്കിയേ, എൻ്റെ ടീമിൽ ഡീനിയ എന്ന് പറഞ്ഞ ഈ പ്ലെയറിന് ഇഞ്ചുറിയാണ് കണ്ടോ. അടുത്ത ആഴ്ചയിൽ 75% കളിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയാം, എനിക്കിപ്പോൾ ഡീനിയനെ മാറ്റിയിട്ട് ഡീനിയൻ്റെ നോക്കുകയാണെങ്കിൽ ഡീനിയൻ്റെ ഫിക്ചർ ഉണ്ടോ? ഡീനിയൻ്റെ ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത 3, 4, 5, 6 അതായത് 5 ആഴ്ച നല്ല ഈസി മാച്ചുകളാണ്. 7ാമത്തെ ആഴ്ച മാത്രമാണ് സിറ്റിയിൽ കളിക്കുന്നത്. അപ്പോൾ 7 ആഴ്ചയുടെ മുമ്പൊക്കെ എല്ലാ കളികളും നല്ലതാണെങ്കിൽ ഈ എവർട്ടൺ എന്ന് പറഞ്ഞ ടീമിന് മൊത്തം നല്ല കളികളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീനി ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു ഫോർ എക്സാമ്പിൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച കളിക്കും.
ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയെങ്കിലും ആൾ മിസ് ചെയ്യും. 2 ആഴ്ച മിനിമം മിസ് ചെയ്യും. അപ്പോൾ 2 ആഴ്ച മിനിമം മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഈ 6 മില്യൺ എന്ന് പറയുന്നത് അവിടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അതിനൊന്നും പോയിന്റും കിട്ടത്തില്ല. പിന്നെയുള്ള ബാക്കിയുള്ളത് കെല്ലിയാണ്. കെല്ലിക്ക് തന്നെ ടഫ് മാച്ച് ആയതുകൊണ്ട് തന്നെ കെല്ലിയിൽ നിന്ന് ഡീനിയുടെ അടുത്ത് കിട്ടുന്ന അത്രയും പോയിന്റ്സുകളൊന്നും കിട്ടത്തില്ല. 10 പോയിന്റ് 15 കിട്ടത്തില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എവർട്ടൺ നല്ലൊരു ഫിക്ചർ ഉണ്ടെങ്കിൽ എവർട്ടണിൽ തന്നെ വേറൊരു പ്ലെയറുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവർട്ടണിൽ തന്നെ എറീമിന എന്ന് പറഞ്ഞ ഡിഫൻഡർ നിങ്ങൾ അതും ഡീനേക്കാൾ ചീപ്പാണ് പ്രൈസ്. 6 മില്യൺ നിന്നും ഒരു 5.5 ഉള്ളൂ. 0.5 മില്യൺ നമുക്ക് ലാഭിക്കാൻ പറ്റും. കണ്ടോ, 0.5 എക്സ്ട്രാ വന്നു എൻ്റെ ബാങ്കിൽ. ബാക്കി ഒന്നും മീന നല്ല പോയിന്റ് തരും തീർച്ചയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കാരണം ഡീഞ്ഞ് കളിക്കുന്നില്ല, അടുത്ത 2 ആഴ്ച കളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു 6 മില്യണിൽ നമുക്ക് ഒരു റിട്ടേൺ തരുന്ന പ്ലെയർ വേണം. അപ്പോൾ മീനെ പോലെ നല്ലൊരു പ്ലെയർ ഡീനിക്ക് പകരം വെക്കാൻ വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. പക്ഷേ മീനയും ഡീനിയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡീനിയ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ജസ്റ്റ് എ ഡിഫൻഡർ. അതായത് ഡീനി ഒരു ഡിഫൻഡർ മാത്രമല്ല, ഡീനി എന്ന് പറഞ്ഞൊരു ഒഫൻസീവ് ഡിഫൻഡറാണ്. അതായത് ഡീനിയെ സെറ്റ് പീസ് എടുക്കും, അതായത് ഫ്രീ കിക്ക് എടുക്കും, കോർണർ കിക്ക് എടുക്കും, അതുപോലെ തന്നെ കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡീനിയക്ക് ഗോള് നേടാനും അസിസ്റ്റ് കൊടുക്കാനും ഭയങ്കര ചാൻസ് ആണ് ഡീനിയ എന്നുള്ള പ്രയത്നമുള്ളത്. അതേസമയം എറീമിന അങ്ങനെയല്ല. എറീമിന എന്ന് പറഞ്ഞാൽ മിക്കവാറും സെൻട്രൽ, അതായത് നമ്മുടെ സെൻട്രൽ പോയിന്റ് ഉണ്ടല്ലോ, ടച്ച് പോയിന്റ് അപ്പുറം കയറി വരത്തില്ല മീന. മീനയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് ബാക്കാണ്. അതായത് ആ ബാക്കിൽ നിന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കത്തുള്ളൂ. അവൻ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറിൽ. അതുകൊണ്ട് തന്നെ മീനയുമായിട്ട് വെച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ഷീറ്റ് കിട്ടുമായിരിക്കും. ക്ലീൻ ഷീറ്റിന്റെ പോയിന്റ് 4 പോയിന്റ് കിട്ടുമായിരിക്കും. പക്ഷേ അവൻ ഗോൾ അടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോയിന്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡീനെ തന്നെ വേണം. മീന പോരാ, മനസ്സിലായില്ലേ? മീന പോരാ. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈൽഡ് കാർഡ് എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും കൂടെ സെലക്ട് ചെയ്യണം. മിക്ക ഡിഫൻസിലും നിങ്ങൾ ഒരു അറ്റാക്കിംഗ് ഡിഫൻഡേഴ്സിനെയാണ് നിങ്ങൾ വെക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഈ ഡിഫൻഡേഴ്സ് ഗോൾ അടിക്കാനും ചാൻസ് ഉണ്ട്, ആ ഗോള് കാരണം നല്ല ബോണസ് പോയിന്റ്സും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയാണ് കളിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഡഫി ഒരു അറ്റാക്കിംഗ് ഡിഫൻഡറാണ്. അതുകൊണ്ട് ഡഫി ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. വാൻഡൈക്കും അങ്ങനെയാണ്, ഹെഡർ വെച്ച് ഗോൾ അടിക്കാൻ എപ്പോഴും ചാൻസ് ഉണ്ട്, കോർണർ കിക്കെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് വാൻഡൈക്കിനെ വെച്ചത്. അതുപോലെ തന്നെ മിക്ക മാനേജേഴ്സും റോബർട്ട്സൺ, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, അതുപോലെ തന്നെ പണ്ട് സിറ്റി പ്ലെയർ ഉണ്ടായിരുന്നു മെൻഡി എന്ന് പറഞ്ഞു. മെൻഡി ഇപ്പോൾ ഇഞ്ചുവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ സിൻചെങ്കോനെയാണ് പലരും എടുക്കുന്നത്. പക്ഷേ മെൻഡി തിരിച്ചു വന്നാൽ എല്ലാവരും മെൻഡി എടുക്കും. കാരണം മെൻഡി ഈസ് അഗൈൻ ആൻ അറ്റാക്കിംഗ് ഡിഫൻഡറാണ്. ഓക്കെ. കെല്ലിയും അറ്റാക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് വെക്കണം. കാരണം നമ്മളെപ്പോഴും ഒരു ടീമിനെ എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. അത് ഡിഫൻഡർ ആയിക്കോട്ടെ, മിഡ്ഫീൽഡർ ആയിക്കോട്ടെ, ഫോർവേഡ് ആയിക്കോട്ടെ, അവർ ഗോൾ അടിക്കാനുള്ള അവർക്ക് കെൽപ്പുണ്ടോ, അവർ ഗോൾ അടിക്കാനുള്ള ഒരു ത്രാണിയുണ്ടോ, താല്പര്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പോയിന്റ്സേ കിട്ടത്തുള്ളൂ. മറ്റുള്ള ടീമിനെ പോലെ നിങ്ങൾക്ക് നല്ല ഒരു ഹൈ റാങ്ക് പ്രതീക്ഷിച്ചാണ് ഇത് കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, അറ്റാക്കിംഗ് ഡിഫൻഡേഴ്സ്, അതുപോലെ തന്നെ ടോപ്പ് ഫോർവേഡ്സ് അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്. ഗോൾ കീപ്പറിൻ്റെ സെലക്ഷന് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഗോൾ കീപ്പർ ഷുഡ് ബി എ ഗുഡ് സേവിങ് പേഴ്സൺ. അതായത് നന്നായിട്ട് പെനാൽറ്റി ഒക്കെ സേവ് ചെയ്യുന്ന, അതുപോലെ തന്നെ നല്ല എന്താ പറയുക, മൈതാനത്ത് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്ലെയറിനെയാണ് അലിസനെ പോലെയുള്ള അല്ലെങ്കിൽ എഡേഴ്സൺ, റയൻ പോപ്പ്. ഈ റയനും പോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പിന്റെ സെലക്ഷൻ കാരണം തന്നെ അങ്ങനെയാണ്. അദ്ദേഹം ഒരു നല്ലൊരു പെനാൽറ്റി സേവറാണ്. അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള, നന്നായിട്ട് ഡൈവ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു പ്ലെയറാണ്. മറ്റൊരു പ്ലെയേഴ്സ് ഇല്ല എന്നല്ല, പക്ഷേ ഇദ്ദേഹം കൂടുതലാണ്. പിന്നെ മാച്ചും വളരെ ഈസി ആയിട്ടുള്ള ഫിക്സറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോപ്പിനെടുത്തത്. സോ നിങ്ങൾ വൈൽഡ് കാർഡ് എടുക്കുമ്പോഴും നിങ്ങൾ ആ രീതിയിൽ ഒരു എക്സ്പെക്ടേഷനിലോട് കൂടി തന്നെ നിങ്ങൾ എടുത്തിട്ട് വേണം കളിക്കാൻ. ഇതാണ് എൻ്റെ ഇന്നത്തെ നിങ്ങൾക്കുള്ള അഡ്വൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് പാനിക് ഒന്നും ആവരുത്. നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക, നിങ്ങൾക്കിപ്പോൾ വൈൽഡ് കാർഡ് വേണോ വേണ്ടയോ എന്നുള്ളത്.
എന്നിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. പക്ഷെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഒരു 3 ഡിഫറെൻ്റ് ടീമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. ആ ഡിഫറെൻറ്റ് ടീം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഏതാണോ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ടീമിനെ നിങ്ങൾ വൈൽഡ് കാർഡ് അപ്ലൈ ചെയ്ത് ചെയ്യുക എന്നാണ് എൻ്റെ ഉപദേശം നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഗെയിം വീക്ക് 3 നിങ്ങൾ നല്ല രീതിയിൽ യഥാർത്ഥ തീരുമാനം എടുത്ത് എല്ലാവരും നല്ല പോയിന്റ് കരസ്ഥമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് തൽക്കാലത്തേക്ക്. കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഗെയിം വീക്ക് 3ക്ക് വേണ്ട പ്രധാന സബ്സ്റ്റിറ്റ്യൂഷൻസും പ്രധാന ട്രാൻസ്ഫർ പ്ലേയേഴ്സും എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലേയേഴ്സിൻ്റെ പേരും ഏതെല്ലാം പ്ലേയേഴ്സിനെ ഏതെല്ലാം പൊസിഷനിൽ കളിപ്പിക്കണം, ഏതെല്ലാം പ്ലേയേഴ്സാണ് ബെസ്റ്റ് ചീപ്പ് പ്ലേയേഴ്സ് എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതല്ലായിരിക്കും എനിക്ക് ഒരു എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.